ഈയിടയ്ക്ക് പല ക്രെഡിറ്റ് കാർഡുകൾക്കും ഡിവാലുവേഷൻ സംഭവിച്ചിരുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒരു ഡിവാലുവേഷൻ ആയിരുന്നു ആക്സിസ് ബാങ്കിൻ്റെ എയർടെൽ ആക്സിസ് ബാങ്ക് ക്രെഡിറ്റ് കാർഡ്. അത് പലരും യൂട്ടിലിറ്റി ബിൽ പേയ്മെൻറ്റിനായിട്ടൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു കാർഡായിരുന്നു. എയർടെൽ മൈ താങ്ക്സ് ആപ്പ് വഴി റീചാർജ് ആൻഡ് ബിൽ പേയ്മെൻ്റ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ലൊരു ബെനിഫിറ്റ് ആ ഒരു കാർഡ് ഓഫർ ചെയ്തിരുന്നു. സോ അതിന് നല്ലൊരു ഡിവാലുവേഷൻ സംഭവിച്ചു. അതിനെപ്പറ്റി നമ്മളൊരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിട്ടുണ്ട്, ലിങ്ക് ആയിട്ടെല്ലാം ആഡ് ചെയ്യാം. സോ ആ ഒരു വീഡിയോ ചെയ്ത സമയത്ത് നമുക്ക് പലരും കമൻറ്റ് ചെയ്തിരുന്നു അതിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ഉപയോഗിക്കാൻ പറ്റിയ മറ്റു ബെറ്റർ ആയിട്ടുള്ള കാർഡ് ഏതാണെന്ന് ചോദിച്ചുകൊണ്ട്. സോ അങ്ങനെ നമുക്ക് നിലവിൽ ഉപയോഗിക്കാൻ പറ്റിയ കുറച്ച് കാർഡുകളെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ. പ്രധാനമായിട്ടും റീചാർജ് ആൻഡ് ബിൽ പേയ്മെൻറ്റുകൾക്ക് നമുക്ക് അത്യാവശ്യം മോശമില്ലാത്ത റിവാർഡ് ബെനിഫിറ്റ് കിട്ടുന്ന കാർഡുകളാണ് ഈ ഒരു വീഡിയോയിൽ ആഡ് ചെയ്തിരിക്കുന്നത്. ഇതിൽ ഏതെങ്കിലും കാർഡ് മിസ്സായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ പേഴ്സണലി യൂസ് ചെയ്തിട്ടുള്ള അതുപോലെ തന്നെ ഞാൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന കുറച്ച് കാർഡുകളാണ് ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. സോ വെൽക്കം ടു അനദർ വീഡിയോ. വീഡിയോയിലേക്ക് കടക്കുന്ന മുമ്പ് വിവിധ ബാങ്ക് അക്കൗണ്ടുകളെ പറ്റിയും കാർഡുകളെ പറ്റിയും കൂടുതലായിട്ട് അറിയാനും അപ്ലൈ ചെയ്യാനും വിസിറ്റ് fino360.com, ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള ഇ-കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന ഓഫർ അപ്ഡേറ്റ് ടെലിഗ്രാമിൽ കിട്ടാനായിട്ട് ജോയിൻ എൻ്റെ ഓഫർ ടെലിഗ്രാം ചാനൽ. ഫൈനാൻഷ്യൽ ന്യൂസ് അപ്ഡേറ്റ് മലയാളത്തിൽ എല്ലാ ദിവസവും ടെലിഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കാനായിട്ട് ജോയിൻ മണി മലയാളം ടെലിഗ്രാം ചാനൽ, ലിങ്ക് ഇൻ ബിലോ. ഒന്നാമതായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റിയ ഒരു ഓപ്ഷനാണ് ഫോൺ പേ SBI കാർഡ്സുമായിട്ട് ചേർന്ന് ഇഷ്യൂ ചെയ്യുന്ന സെലക്ട് ബ്ലാക്ക് ക്രെഡിറ്റ് കാർഡ്. ഇത് ഞാൻ പേഴ്സണലി എടുക്കാൻ താല്പര്യപ്പെടുന്ന ഒരു കാർഡ് വേരിയൻ്റാണ്. അതിൻ്റെ ഫീച്ചേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഒന്നാമതായിട്ട് നമുക്ക് ഫോൺ പേ വഴിയുള്ള സ്പെൻഡിങ്ങിന് നമുക്ക് 10% റിവാർഡ് പോയിന്റ് കിട്ടുന്നുണ്ട്. അതായത് ഇപ്പോൾ ഫോൺ പേ വഴി നമ്മൾ മൊബൈൽ റീചാർജ് ചെയ്യുമ്പോൾ, പിന്നെ ഫോൺ പേ വഴി ബിൽ പേയ്മെൻറ്റ് ലൈക്ക് ബ്രോഡ്ബാൻഡ് ബിൽ പേയ്മെൻറ്റ്, പിന്നെ കേബിൾ TV റീചാർജ്, DTH റീചാർജ്, ഇലക്ട്രിസിറ്റി ബിൽ പേയ്മെൻറ്റ്, ഫാസ്ടാഗ് റീചാർജ്, ഗ്യാസ് ബിൽ പേയ്മെൻറ്റ്, LPG ബുക്കിംഗ്, NCMC റീചാർജ്, പോസ്റ്റ് പെയ്ഡ് റീചാർജ്, സബ്സ്ക്രിപ്ഷൻസ്, ടാക്സ്, വാട്ടർ ബിൽ പേയ്മെൻറ്റ്, പിന്നെ ഫോൺ പേ വഴിയുള്ള ഇൻഷുറൻസ് പേയ്മെൻറ്റ്, പിന്നെ ഫോൺ പേയിൽ ട്രാവൽ കാറ്റഗറിയിൽ കുറേ അധികം ഇൻ ആപ്പ് ട്രാവൽ മർച്ചൻസ് ഉണ്ട്, ലൈക്ക് ഫ്ലൈറ്റ് ബുക്കിംഗ്, അതുപോലെ തന്നെ ഫോൺ പേ വഴി ട്രാവൽ ബുക്കിംഗ് ചെയ്യാനുള്ള ഓപ്ഷൻ, അതുപോലെ തന്നെ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ, പിന്നെ ഫോൺ പേ മെട്രോ, ഫോൺ പേ ട്രാവൽ, അങ്ങനെ കുറേ അധികം ഇൻ ആപ്പ് ഓപ്ഷൻസ് നമുക്ക് ഫോൺ പേയിൽ അവൈലബിൾ ആണ്. സോ ഇങ്ങനെ ഫോൺ പേ വഴി നടത്തുന്ന എല്ലാ ട്രാൻസാക്ഷനും, എലിജിബിൾ ആയിട്ടുള്ള എല്ലാ ട്രാൻസാക്ഷനും നമുക്ക് 10% റിവാർഡ് ബെനിഫിറ്റ് ഈ ഒരു കാർഡ് ഓഫർ ചെയ്യുന്നുണ്ട്. റിവാർഡ് പോയിന്റാണ് കിട്ടുന്നത്. ഒരു റിവാർഡ് പോയിന്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് 1 രൂപയാണ്. അതായത് നമ്മൾ 100 രൂപ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ 10 രൂപ അവിടെ വാല്യൂ ബാക്ക് ആയിട്ട് കിട്ടുന്നുണ്ട്. ഒരു ക്യാപ്പ് വരുന്നുണ്ട്. നമുക്കൊരു മാസം ഈ ഒരു കാറ്റഗറിയിൽ, അതായത് 10% കാറ്റഗറിയിൽ നമുക്ക് മാക്സിമം നേടുവാൻ സാധിക്കുന്ന ക്യാഷ് ബാക്ക് എന്ന് പറയുന്നത് 2000 റിവാർഡ് പോയിന്റാണ്. അതായത് 2000 രൂപ വരെയാണ് ഈ ഒരു കാറ്റഗറിയിൽ ഒരു മാസം മാക്സിമം നേടാൻ സാധിക്കുന്ന ക്യാഷ് ബാക്ക്. നെക്സ്റ്റ് വരുന്നത് എലിജിബിൾ ആയുള്ള മറ്റ് ഓൺലൈൻ സ്പെൻഡിങ്ങിന് നമുക്ക് ഈ ഒരു കാർഡ് 5% റിവാർഡ് പോയിന്റ് ഓഫർ ചെയ്യുന്നുണ്ട്. ലൈക്ക് ആമസോൺ, സ്വിഗ്ഗി, സൊമാറ്റോ, ഊബർ, മിന്ത്ര, അങ്ങനെ എലിജിബിൾ ആയുള്ള മറ്റെല്ലാ ഓൺലൈൻ കാറ്റഗറി സ്പെൻഡിങ്ങിന് നമുക്ക് 5% റിവാർഡ് പോയിന്റ് കിട്ടും. ഇനി എക്സ്ക്ലൂഷൻസ് വരുന്നത് യൂട്ടിലിറ്റി ബിൽ പേയ്മെൻറ്റ്, അതർ ആപ്പ് വഴിയുള്ള യൂട്ടിലിറ്റി ബിൽ പേയ്മെൻറ്റ്, അതുപോലെ ഇൻഷുറൻസ് പേയ്മെൻറ്റ്, അങ്ങനെയുള്ള കാറ്റഗറിയിലൊന്നും നമുക്ക് ഈ ഒരു റിവാർഡ് ബെനിഫിറ്റ് 5% റിവാർഡ് ബെനിഫിറ്റ് കിട്ടുകയില്ല. പകരം 1% റിവാർഡ് ബെനിഫിറ്റ് ആയിരിക്കും കിട്ടുന്നത്. അതായത് 100 രൂപ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് 1 റിവാർഡ് പോയിന്റ് ആയിരിക്കും കിട്ടുന്നത്. അതായത് 1 രൂപ വാല്യൂ ബാക്ക് ആയിരിക്കും നമുക്ക് കിട്ടുന്നത് മറ്റു ആപ്പുകൾ ഉപയോഗിച്ച് ബിൽ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ. അതർവൈസ് എലിജിബിൾ ആയുള്ള എല്ലാ ഓൺലൈൻ സ്പെൻഡിങ്ങിനും നമുക്ക് 5% ക്യാഷ് ബാക്ക് ഈ ഒരു കാറ്റഗറിയിൽ കിട്ടും. ഇതിനും ക്യാപ്പ് വരുന്നുണ്ട്. നമുക്കൊരു ബില്യൺ സൈഡിൽ നേടുവാൻ സാധിക്കുന്ന മാക്സിമം റിവാർഡ് പോയിന്റ് എന്ന് പറയുന്നത് 2000 റിവാർഡ് പോയിന്റ് ആണ്. പിന്നെ മറ്റു എലിജിബിൾ ആയിട്ടുള്ള എല്ലാ സ്പെൻഡിങ്ങിനും നമുക്ക് 1% റിവാർഡ് ബെനിഫിറ്റ് ആണ് ഈ ഒരു കാർഡ് ഓഫർ ചെയ്യുന്നത്. ഇൻക്ലൂഡിങ് ഇത് നമുക്ക് റുപ്പേ വേരിയൻ്റ് കാർഡ് ഓഫർ ചെയ്യുന്നുണ്ട്. സോ ആ റുപ്പേ വേരിയൻ്റ് കാർഡ് ഉപയോഗിച്ച് നമുക്ക് മർച്ചന് UPI പേയ്മെൻറ്റ് ചെയ്യാം. അങ്ങനെ മർച്ചന് UPI പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 1% റിവാർഡ് പോയിന്റ് കിട്ടും. അതിനും ഒരു ക്യാപ്പ് വരുന്നുണ്ട്. ഒരു മാസം നമുക്ക് മാക്സിമം നേടുവാൻ സാധിക്കുന്ന റിവാർഡ് പോയിന്റ് എന്ന് പറയുന്നത് 2000 റിവാർഡ് പോയിന്റ് ആണ്. അതായത് 2000 രൂപയ്ക്ക് ഇക്വലൻ്റ് ആണ്. സോ ഇങ്ങനെയാണ് ഈ ഒരു കാർഡിൽ റിവാർഡ് ബെനിഫിറ്റ് വരുന്നത്. അത്യാവശ്യം നല്ലൊരു റിവാർഡ് ബെനിഫിറ്റ് ആണ്. പിന്നെ ഇത് കൂടാതെ നമുക്ക് എയർപോർട്ട് ലോഞ്ച് ആക്സസ് വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഇത്ര രൂപ പ്രീവിയസ് ക്വാർട്ടറിൽ സ്പെൻഡ് ചെയ്യണം അങ്ങനെയുള്ള ക്രൈറ്റീരിയോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് ക്വാർട്ടറിൽ സെലക്ടഡ് ഡൊമസ്റ്റിക് എയർപോർട്ട് ലോഞ്ചുകൾ നമുക്ക് ഒരു തവണ എന്ന രീതിയിൽ വർഷം 4 എയർപോർട്ട് ലോഞ്ച് ആക്സസ് കോംപ്ലിമെൻ്ററി ആയിട്ട് വരുന്നുണ്ട്. പിന്നെ നമുക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് ഔട്ട്സൈഡ് ഇന്ത്യ ഇന്റർനാഷണൽ എയർപോർട്ട് ലോഞ്ച് ആക്സസ് വരുന്നുണ്ട്. നമുക്ക് പ്രയോറിറ്റി പാസ് കിട്ടും. അത് ഉപയോഗിച്ച് നമുക്ക് ഇന്ത്യക്ക് വെളിയിൽ എയർപോർട്ട് ലോഞ്ചും ആക്സസ് ചെയ്യാം. നമ്മൾ ഈ ഒരു കാർഡ് എടുത്ത് ആദ്യത്തെ 2 വർഷമാണ് ഈ ഒരു ഫീച്ചർ കിട്ടുന്നത്. നമുക്ക് ഇയർലി 2 തവണ ഇന്ത്യക്ക് വെളിയിലുള്ള ഇന്റർനാഷണൽ എയർപോർട്ട് ലോഞ്ചുകൾ സൗജന്യമായിട്ട് ആക്സസ് ചെയ്യാം. പിന്നെ വരുന്ന മറ്റൊരു ബെനിഫിറ്റ് ഫ്യൂവൽ സർചാർജ് വേവർ ആണ്. മിനിമം ട്രാൻസാക്ഷൻ എമൗണ്ട് 500, മാക്സിമം ട്രാൻസാക്ഷൻ എമൗണ്ട് 4000 രൂപ. നമുക്ക് ഒരു ബില്യൺ സൈക്കിളിൽ അപ് ടു 250 രൂപ വരെ സർചാർജ് വേവർ ആയിട്ട് നേടാം. പിന്നെ ഒരു മൈൽ സ്റ്റോൺ ബെനിഫിറ്റ് വരുന്നുണ്ട്. നമ്മൾ ആനുവലി 5 ലക്ഷം രൂപയ്ക്ക് മുകളിൽ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 5000 രൂപയ്ക്ക് ഇക്വലൻ്റ് ആയിട്ടുള്ള ട്രാവൽ വൗച്ചേഴ്സ് നമുക്ക് കിട്ടും. ട്രാവൽ വൗച്ചേഴ്സ് നമുക്ക് കിട്ടും. ഇനി റിവാർഡ് പോയിന്റ് കിട്ടാത്ത കാറ്റഗറികൾ നോക്കിക്കഴിഞ്ഞാൽ ഫ്യൂവൽ പേയ്മെന്റ്, അതുപോലെ ഇ വാലറ്റ് ലോഡിംഗ്, പിന്നെ പ്രോപ്പർട്ടി മാനേജ്മെന്റ് സർവീസ്, സ്കൂൾ ആൻഡ് എഡ്യൂക്കേഷണൽ സർവീസ് പേയ്മെന്റ്, ഗവൺമെന്റ് റിലേറ്റഡ് പേയ്മെന്റ്, ഗെയിമിംഗ് പ്ലാറ്റ്ഫോം റിലേറ്റഡ് പേയ്മെന്റ്, പിന്നെ ATM വിഡ്രോവൽ, അതുപോലെ ലേറ്റ് പേയ്മെന്റ് ഫീസ്, അങ്ങനെയുള്ള ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസ്, EMI ട്രാൻസാക്ഷൻസ്, അങ്ങനെയുള്ള കാറ്റഗറിയിലൊന്നും നമുക്ക് റിവാർഡ് ബെനിഫിറ്റ് കിട്ടുകയില്ല. ഈ ഒരു കാർഡ് ലൈഫ് ടൈം ഫ്രീ ഒന്നുമല്ല. ജോയിനിങ് ഫീസും ആനുവൽ ഫീസും വരുന്നുണ്ട്. 1499 രൂപയാണ് ജോയിനിങ് ഫീസും ആനുവൽ ഫീസും വരുന്നത്. പക്ഷേ ഈ ഒരു 1499 രൂപ നമ്മൾ ജോയിനിങ് ഫീസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 1500 രൂപ വെർത്തായിട്ടുള്ള ഫോൺ പേ ഗിഫ്റ്റ് കാർഡ് വൗച്ചർ നമുക്ക് നമ്മൾ രജിസ്റ്റേർഡ്
ഇമെയിൽ ഐ ഡിയിലേക്കും മൊബൈൽ നമ്പറിലേക്കും അയച്ചു തരും വിത്തിൻ 45 ഡേയ്സ്. സോ നമ്മൾ 1499 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ GST മാത്രമായിരിക്കും നമുക്ക് അഡീഷണൽ കൊടുക്കേണ്ടതായിട്ട് വരിക. എഫക്റ്റീവ്ലി നമുക്ക് 1500 രൂപ വരത്തുള്ള ഫോൺ പേ ഗിഫ്റ്റ് വൗച്ചർ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ സെക്കൻഡ് ഇയർ തൊട്ട് റിന്യൂവൽ ഫീസും 1499 രൂപ പ്ലസ് GST വരുന്നുണ്ട്. പക്ഷേ അത് വേവ് ചെയ്യാനുള്ള ഓപ്ഷൻ ലഭ്യമാണ്. നമ്മൾ ആനുവലി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആനുവൽ ഫീസ് വേവ് ചെയ്ത് കിട്ടും. പിന്നെ ആനുവൽ ഫീസ് വേവ് ചെയ്യാനുള്ള ഒരു കണ്ടീഷനിൽ ചില കാറ്റഗറി ഓഫ് ട്രാൻസാക്ഷൻ കൺസിഡർ ചെയ്യുകയില്ല. അത് അതേ ഒരു കാർഡുമായി ബന്ധപ്പെട്ട് വരുന്ന ഫൈനാൻഷ്യൽ ചാർജസ് ലൈക്ക് ഇപ്പോൾ ക്യാഷ് അഡ്വാൻസ് ചാർജ്, പിന്നെ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഫൈനാൻഷ്യൽ ചാർജ് ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ചാർജുകളൊന്നും ഈ ഒരു ആനുവൽ ചാർജ് വേവ് ചെയ്യാനുള്ള കണ്ടീഷൻ മീറ്റ് ചെയ്യാനുള്ള അതിനായിട്ട് കൺസിഡർ ചെയ്യുകയില്ല. സോ ഇതാണ് കൺസിഡർ ചെയ്യാൻ പറ്റിയ ഒന്നാമത്തെ ഓപ്ഷൻ. അതായത് നമ്മൾ ഈ ഒരു കാർഡ് എടുത്തിട്ട് ഫോൺ പേ വഴി നമ്മൾ റീചാർജ് ആൻഡ് ബിൽ പേയ്മെൻ്റ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് 10% ബെനിഫിറ്റ് കിട്ടും. അപ് ടു 2000 രൂപയുടെ ബെനിഫിറ്റ് വരെ ഒരു മാസം നമുക്ക് നേടുവാനായിട്ട് സാധിക്കും. അതായത് ഒരു ബില്ലിംഗ് സൈക്കിളിൽ നേടുവാനായിട്ട് സാധിക്കും. സോ ഇത് കൺസിഡർ ചെയ്യാം. പിന്നെ നമുക്ക് ഈ ഫോൺ പേ SBI കാർഡ്സുമായിട്ട് ചേർന്നുകൊണ്ട് തന്നെ വേറൊരു വേരിയൻ്റ് കാർഡുണ്ട്, പർപ്പിൾ വേരിയൻ്റ് കാർഡ്. അതിന് ചാർജ് കുറവാണ്, പക്ഷേ ബെനിഫിറ്റും കുറവാണ്. നമുക്ക് ആ ഒരു കാർഡാണെങ്കിൽ ഫോൺ പേ വഴിയുള്ള റീചാർജ് ആൻഡ് ബിൽ പേയ്മെൻറ്റ്, അങ്ങനെ ഫോൺ പേ വഴിയുള്ള സ്പെൻഡിങ്ങിന് നമുക്ക് 3% റിവാർഡ് ബെനിഫിറ്റ് ആയിരിക്കും കിട്ടുന്നത്. മറ്റേത് നമുക്ക് 10% കിട്ടും. ഈ ഒരു കാർഡ് 3% ബെനിഫിറ്റ് ആയിരിക്കും കിട്ടുന്നത്. മൊബൈൽ റീചാർജ്, അതുപോലെ തന്നെ ബിൽ പേയ്മെൻറ്റുകൾ, ഫോൺ പേ ആപ്പ് വഴിയുള്ള ഇൻഷുറൻസ് പേയ്മെൻറ്റുകൾ, പിന്നെ ഫോൺ പേ ആപ്പ് വഴിയുള്ള ട്രാവൽ സ്പെൻഡിങ്ങിനൊക്കെ നമുക്ക് ഈ പറഞ്ഞ 3% റിവാർഡ് ബെനിഫിറ്റ് കിട്ടും. അത് ക്യാപ്പ് വരുന്നത് ഒരു ബില്ലിംഗ് സൈക്കിളിൽ മാക്സിമം 1000 റിവാർഡ് പോയിൻ്റാണ് നേടുവാനായിട്ട് സാധിക്കുക. ഒരു റിവാർഡ് പോയിൻറ്റിൻ്റെ വാല്യൂ 1 രൂപ തന്നെയാണ്. പിന്നെ മറ്റു എലിജിബിൾ ആയുള്ള ഓൺലൈൻ സ്പെൻഡിങ്ങിന് നമുക്ക് 2% റിവാർഡ് പോയിന്റ് കിട്ടും. അതിനും ക്യാപ്പ് ഒരു മാസം മാക്സിമം 1000 റിവാർഡ് പോയിന്റ് വരെയാണ് നേടുവാനായിട്ട് സാധിക്കുക. പിന്നെ മറ്റ് ആപ്പുകൾ വഴിയുള്ള ബിൽ പേയ്മെൻറ്റുകൾ, അതുപോലെ തന്നെ ഇൻഷുറൻസ് പേയ്മെൻ്റ് ഒന്നും ഈ ഒരു 2% ബെനിഫിറ്റ് കിട്ടുകയില്ല. പകരം 1% റിവാർഡ് ബെനിഫിറ്റ് ആയിരിക്കും കിട്ടുന്നത്. മറ്റു എലിജിബിൾ സ്പെൻഡിങ് ഇൻക്ലൂഡിങ് മർച്ചൻറ്റ് UPI പേയ്മെൻറ്റിനും നമുക്ക് 1% റിവാർഡ് ബെനിഫിറ്റ് കിട്ടും. അതിന് ക്യാപ്പ് വരുന്നത് നമുക്കൊരു മാസം 1000 റിവാർഡ് പോയിൻ്റാണ് മാക്സിമം ഈ ഒരു കാറ്റഗറിയിൽ നേടുവാനായിട്ട് സാധിക്കുക. പിന്നെ 1% സർചാർജ് വേവർ വരുന്നുണ്ട്. 500 രൂപയാണ് മിനിമം എമൗണ്ട്. മാക്സിമം എമൗണ്ട് ഓഫ് ട്രാൻസാക്ഷൻ 3000 രൂപയാണ്. ഒരു ബില്ലിംഗ് സൈക്കിളിൽ മാക്സിമം നമുക്ക് 100 രൂപ വരെയാണ് സർചാർജ് വേവറായിട്ട് നേടുവാനായിട്ട് സാധിക്കുക. പിന്നെ അതിനകത്ത് എയർപോർട്ട് ലോഞ്ച് ആക്സസ് ബെനിഫിറ്റോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ മൈൽ സ്റ്റോൺ ബെനിഫിറ്റ് വരുന്നുണ്ട്. ആനുവലി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 3000 രൂപ വർത്തായിട്ടുള്ള ട്രാവൽ വൗച്ചേഴ്സ് കിട്ടും. ഇതിൻ്റെ ചാർജ് വരുന്നത് 499 രൂപ പ്ലസ് GST ആണ് ജോയിനിങ് ഫീസും ആനുവൽ ഫീസും. പക്ഷേ ഈ ഒരു ചാർജ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 500 രൂപ വർത്തായിട്ടുള്ളൊരു വെൽക്കം വൗച്ചർ കിട്ടുന്നുണ്ട്. ഫോൺ പേ ഗിഫ്റ്റ് വൗച്ചറാണ് കിട്ടുന്നത്. അത് നമുക്ക് രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലേക്ക് വിത്തിൻ 45 ഡേയ്സ് നമുക്ക് കിട്ടും. പിന്നെ സെക്കൻഡ് ഇയർ തൊട്ട് നമുക്ക് ആനുവൽ ചാർജ് വേവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. 499 രൂപ വേവ് ചെയ്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ മിനിമം 1 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ആനുവലി ഈ ഒരു കാർഡ് ഉപയോഗിച്ച് സ്പെൻഡ് ചെയ്താൽ മതിയാകും. ഈ രണ്ട് കാർഡിൻ്റെ കേസിലും ഒരു റിവാർഡ് പോയിന്റിൻ്റെ വാല്യൂ 1 രൂപയാണ്. നമുക്ക് കസ്റ്റമർ കെയറിൽ വിളിച്ച് കഴിഞ്ഞാൽ ആ റിവാർഡ് പോയിന്റ് നമുക്ക് ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം. അതായത് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് എഗെയിൻസ്റ്റ് ആയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം. മിനിമം നമുക്ക് 500 റിവാർഡ് പോയിന്റുകളും ഉണ്ടായിരിക്കണം ഇങ്ങനെ കൺവേർട്ട് ചെയ്യുമ്പോൾ. അത് കൂടാതെ SBI കാർഡ്സിൻ്റെ പോർട്ടൽ വഴിയൊക്കെ നമുക്ക് വൗച്ചേഴ്സ് ഒക്കെ പർച്ചേസിനായിട്ട് ഒരു റിവാർഡ് പോയിന്റ് ഉപയോഗിക്കാം. പിന്നെ വരുന്ന നെക്സ്റ്റ് ഒരു ഓപ്ഷൻ ടാറ്റാനു ഇൻഫിനിറ്റി വേരിയൻ്റ് കാർഡാണ്. ഇതും ഫ്രീ അല്ല, ചാർജബിൾ ആണ്. 1499 രൂപ പ്ലസ് GST ആണ് ജോയിനിങ് ഫീസും ആനുവൽ ഫീസും വരുന്നത്. പക്ഷേ ഇപ്പോൾ നിലവിൽ നമുക്ക് ജോയിനിങ് ഫീസ് ഇല്ലാതെ ഒരു കാർഡ് എടുക്കുവാനായിട്ട് സാധിക്കും. ആനുവൽ ഫീസ് വേവ് ചെയ്ത് കിട്ടാനായിട്ട് ഇയർലി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ സ്പെൻഡ് ചെയ്താൽ മതിയാകും. ഈ ഒരു കാർഡാണെങ്കിൽ ടാറ്റാനു ആപ്പ് വഴി നമ്മൾ റീചാർജ് ആൻഡ് ബിൽ പേയ്മെൻ്റ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് 5% ബെനിഫിറ്റ് കിട്ടും. നമുക്ക് ന്യൂ കോയിൻസ് കിട്ടുന്നത്. ഒരു കോയിൻ്റെ വാല്യൂ 1 രൂപയാണ്. കിട്ടുന്ന കോയിൻസ് നമുക്ക് ക്യാഷ് ആയിട്ടൊന്നും റിഡീം ചെയ്യാനായിട്ട് സാധിക്കില്ല. നമുക്ക് ഈ ഒരു ആപ്പിനുള്ളിൽ തന്നെ പല കാര്യങ്ങൾക്കായിട്ടും ആ ഒരു കോയിൻസ് നമുക്ക് സ്പെൻഡ് ചെയ്യാം. ലൈക്ക് ടാറ്റ ക്രോമയിൽ നിന്ന് പർച്ചേസ് ചെയ്യാം, ടാറ്റ ക്ലിക്കിൽ നിന്ന് പർച്ചേസ് ചെയ്യാം, അതുപോലെ തന്നെ 1MGയിൽ നിന്ന് പർച്ചേസ് ചെയ്യാം. ഇനിയിപ്പോൾ എയർ ഇന്ത്യ ടിക്കറ്റ് ബുക്ക് ചെയ്യാം. അങ്ങനെ ടാറ്റയുടെ കുറേയധികം ബ്രാൻഡ്സ് ഉണ്ട്. അതിൽ നമുക്ക് ആ കിട്ടുന്ന കോയിൻസ് നമുക്ക് സ്പെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഒരു കാർഡ് നമുക്ക് റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എലിജിബിൾ ആണെങ്കിൽ നമുക്ക് ലൈഫ് ടൈം ഫ്രീ ആയിട്ടും കിട്ടാറുണ്ട്. എനിക്ക് പേഴ്സണലി ഒരു കാർഡ് ലൈഫ് ടൈം ഫ്രീ ആയിട്ടാണ് കിട്ടിയത്. അതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽ വീഡിയോത്തിന് മുമ്പ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഐ ബട്ടണിൽ ആഡ് ചെയ്യാം. അതുപോലെ തന്നെ ഈ ഒരു ടാറ്റാനു ഇൻഫിനിറ്റി വേരിയൻ്റ് കാർഡിനെ പറ്റിയും ഡീറ്റെയിൽ ആയിട്ട് അറിയാനായിട്ട് ഇതിന് മുമ്പ് ചെയ്ത വീഡിയോ കാണുക. ലിങ്ക് ഐ ബട്ടണിൽ ആഡ് ചെയ്യാം. സോ റീചാർജ് ആൻഡ് ബിൽ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ അത്യാവശ്യം റിവാർഡ് ബെനിഫിറ്റ് നേടാനായിട്ട് ഈ ഒരു ടാറ്റാനു ഇൻഫിനിറ്റി വേരിയൻ്റ് കാർഡും കൺസിഡർ ചെയ്യാം. ഇതിൽ നിങ്ങളുടെ ഫേവറേറ്റ് പിക്ക് ഏതാണെന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ നോർമലി റീചാർജ് ആൻഡ് ബിൽ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന കാർഡ് ഏതാണെന്ന് കൂടി കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോട് കൂടി